എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് പുറത്ത് വെച്ചൊന്ന് മെൽറ്റ് ആയതിനു ശേഷം വേണം എടുക്കാൻ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബട്ടറും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ഉപയോഗിക്കാം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ഒറിഗാനോ ആണ്. ഇതും ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. ബട്ടറിൻ്റെ മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ബ്രിട്ടാനിയയുടെ പിസ്സ ചീസാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ചീസും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സ്ലൈസസ് ആയിട്ട് കിട്ടുന്ന ചീസാണെങ്കിൽ ഈ ബ്രെഡിന് മുകളിൽ ഒരെണ്ണം വെച്ച് കൊടുത്താൽ മതി. ചീസ് ഗ്രേറ്റ് ചെയ്തത് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചീസിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ഒരു ബ്രെഡിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ബ്രെഡിന് മുകളിലായിട്ട് ഈ ബട്ടറിൻ്റെ കൂട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡിന് മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടർ പുരട്ടിയിരിക്കുന്ന ഭാഗം അടിഭാഗത്തായിട്ടിട്ട് വേണം ആദ്യം ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഈ ബ്രെഡിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ബട്ടർ ഇതുപോലെ പുരട്ടി കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇടയ്ക്കൊന്ന് ഇത് അടച്ചു വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ചീസൊക്കെ നല്ലവണ്ണം മെൽറ്റായിട്ട് കിട്ടും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയായിട്ട് കമൻ്റ് ഇട്ടാൽ ഞാൻ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ആക്റ്റീവ് ആക്കാൻ മറക്കണ്ട.